ഭാഗമായിട്ട് സൗദി ഗവൺമെന്റ് മുന്നേ സജ്ജമായിട്ട് നിൽക്കാൻ. ഇവിടെ ചില 50,000 ബാക്കവിമാരൊക്കെ പറഞ്ഞു, വഹാബികള് ഹജ്ജിന് പോയാൽ, നമ്മളെ പറ്റി പറയാൻ, ഹജ്ജിന് പോയാൽ മദീനയിൽ പോവില്ല. കണ്ണൂർ സ്റ്റേഡിയത്തിൽ നടന്ന പ്രഭാഷണത്തിൽ കള്ളം പറഞ്ഞു കൊടുക്കുക, നിങ്ങളൊന്നും അതിൽ പെട്ടുപോവല്ലേ, പണം ഉണ്ടാവും, അല്ലാഹനെ മറക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ ഹജ്ജിന് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ നല്ല സ്വീകരണ നാട്ടെ. എന്നിട്ട് അവര് പറയും, ഞങ്ങള് മദീന പോയിട്ടില്ല, ഷിർക്കൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. നോക്കണേ, കള്ളം പറയാണ് മുജാഹിദുകൾക്ക് നേരെ. ഓ ബാക്കിമാരെ, അവരെ ഓശാന പാടുന്നവരോട് ഞങ്ങൾക്ക് ചോദിക്കാൻ, ഏത് ട്രൂപ്പാ ഹജ്ജിന് പോയിട്ട് മദീനയിൽ പോകാതെ തിരിച്ചു വരുന്നവരാരാ? അള്ളാന്റെ ഹബീബിന്റെ ഖബർ സിയാറത്ത് ചെയ്യാത്തവരാരാ? എന്നിട്ട് ഈ ബാക്കിമാര് പറയുന്ന കള്ളം എന്താണെന്നറിയോ? നിങ്ങൾ മദീനയിൽ വരാത്തത് നിങ്ങളുടെ ക്രെഡിറ്റ് അല്ല, അത് റസൂലുള്ളാഹിന്റെ ക്രെഡിറ്റ്. നിങ്ങളെ മദീനക്ക് വേണ്ട, നിങ്ങളെ റസൂലിലേക്ക് അടുപ്പിക്കില്ല എന്ന് പറയുന്നവരോട് പഠിച്ചോ, ബാക്കവിമാര് പഠിച്ചോ, അവരെ താങ്ങി നടക്കുന്നവരെ പഠിച്ചോ. കേരളത്തിലെ പ്രബോധനം നടത്തുന്ന ഞങ്ങളുണ്ടല്ലോ, വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ നേതൃത്വങ്ങളിലൂടെ ഈ പ്രബോധന സംരംഭങ്ങളിലൂടെ ഞങ്ങൾക്ക് നായകത്വം കൊടുക്കുന്നത് ആരാണെന്നറിയോ? റസൂലുള്ളാഹിന്റെ റൗളയുടെ ചാരത്ത് മദീന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ മദീനിമാരാ ഞങ്ങളെ നയിക്കുന്നത്. ഞങ്ങളുടെ പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷമുണ്ടോ? തീർന്നിട്ടില്ല. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസങ്ങളിൽ പോലും കേരളത്തിലെ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ 20-നോളം അടുത്ത് വരുന്ന പണ്ഡിതന്മാർക്കോ അവിടെ ദൗറ സംഘടിപ്പിച്ചു കൊടുത്തില്ലേ? അവിടെ ദൗറ സംഘടിപ്പിച്ചു കൊടുത്തില്ലേ? ഇനി റസൂലുള്ള ബിദഅകളോട് എതിരാണെന്ന് പറയുന്നവരോട് ആരാ ബിദഅകളെന്ന് പഠിക്കാൻ? അല്ലാഹുവിന്റെ ഹബീബ് 1400 കൊല്ലം മുമ്പ് ഖുത്ബ നടത്തിയ മദീന മസ്ജിദുൻ നബവിയുടെ മിമ്പറില്ലയോ? കഴിഞ്ഞ വർഷത്തെ നബിദിനത്തിനോ ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് എന്താണെന്നറിയോ? ജനങ്ങള്, ഈ ബിദഅത്തിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണോ, ഇത് പൂർവിക പാതയുള്ളതല്ല, ഇത് പുത്തൻ ആചാരമാ. റസൂലുള്ളാഹിന്റെ ജന്മദിനാഘോഷം ഇസ്ലാമികമല്ല. ഇത് പറഞ്ഞത് മദീന മസ്ജിദുൻ നബവിയുടെ മിമ്പറാണെങ്കിലോ, ഓ ബാക്കവി, ഓ ബാക്കവി, നിങ്ങൾ എന്താ ഞങ്ങളെ കരുതിയത്? ഞങ്ങളുടെ പ്രബോധനത്തിന് എന്താ കരുതിയത്? ഇത് നൂറ്റാണ്ടുകൾ മാറിയിട്ടുണ്ട് ബാക്കവിമാര്, നൂറ്റാണ്ടുകൾ മാറിയിട്ടുണ്ട് ബാക്കവിമാര്. ഇത് വൈജ്ഞാനിക വിപ്ലവത്തിന്റെ നൂറ്റാണ്ടാ, ഇത് വൈജ്ഞാനിക വിപ്ലവത്തിന്റെ നൂറ്റാണ്ടാ. ടെക്നോളജിയുടെ കാലഘട്ടങ്ങളാ, ടെക്നോളജികളുടെ കാലഘട്ടങ്ങളാ. കൈകളിലിരുന്ന് ഇൽമു ശേഖരിക്കാൻ കഴിയുകയാ. അതുകൊണ്ട് കള്ളം പുലമ്പി നടന്ന് വിജയിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇത് റബ്ബിന്റെ ദീനാണോ? ഇത് റബ്ബിന്റെ ദീനാണോ? ഇൻഷാ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും കേട്ടോ. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. എന്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം സത്യത്തിന് വേണ്ടി നിലകൊള്ളുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പോലും ഇതൊന്നുമില്ല. ഇനി ലോകത്തെ 2 രാജ്യങ്ങളെ നിങ്ങൾ ശ്രദ്ധയെടുത്തു. ഒന്ന് സുന്നി രാജ്യമായ സൗദി അറേബ്യ, 2 ഷിയ രാജ്യമായ ഇറാൻ. ഇതിൽ കേരളത്തിലെ ആൾക്കാരുടെ ആചാരം ഏത് രാജ്യത്തോടാ കിടപെട്ട് കിടക്കണമെന്ന് മനസ്സിലാക്കിയ കുറെയൊക്കെ നിങ്ങൾക്ക് തിരിയും. നമ്മൾ പറയുന്ന രാജ്യം നോക്കിയിട്ടല്ല, പ്രമാണങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ ദീന് പഠിച്ചോ, അവിടെ മനസ്സിലാവുന്ന ഒരു ദീനുണ്ട് ഇല്ലേ? ഇനി ഇതിന്റെ ഭാഗമായിട്ട് കുറെ മാലമൂലിതകള് അവിടെ നമ്മൾ പറയും, ഇതിന് മദ്ഹ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈ സാധാരണ നടത്തുക. സത്യത്തിൽ എന്താ മദ്ഹുള്ളേ? ഇപ്പൊ നീ ആരെങ്കിലുമൊക്കെ മറുപടി പറയണ്ടേ പറയാം, അതിപ്പോ അൽമുർഷിദില് കെ.എം. മൗലവി നബിദിനം ആഘോഷിക്കാനൊക്കെ പറഞ്ഞില്ലേ? അത് ഞാൻ ഇവിടെ പറഞ്ഞ എന്തിനാണെന്നറിയോ? ആ വിഷയം കെ.എം. മൗലവി പറഞ്ഞ ആ മേഖല ഉണ്ടല്ലോ, അതായത് മുക്രി മുല്ല വന്ന ആർക്കും അറിയാത്ത എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവാ, ജനങ്ങൾക്ക് തിരിയില്ല. ആ മേഖല ചർച്ച ചെയ്തതാണ്. ഇതെങ്ങനെയാണെന്നറിയോ? ഒരു 19 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ ചില അന്നത്തെ ഖുറാഫികൾ പറയാ, 50 കൊല്ലം മുമ്പുള്ള മുജാഹിദീനൊക്കെ നബിദിനം ആഘോഷിക്കുമായിരുന്നു, കണ്ടില്ലേ? പ്രവാചകൻ സ്നേഹം, ഹുബ്ബുർ റസൂൽ, പ്രവാചക സ്നേഹം, അകവും പുറവും നമ്മുടെ പോസ്റ്ററൊക്കെ കാണിച്ച് എങ്ങനെ ഉണ്ടാവും? നമ്മളതിനെ ന്യായീകരിച്ചത്, എതിർത്തതോ? അതുകൊണ്ട് അൽ മുർഷിദിന്റെ 65-ാമത്തെ പേജും നല്ലപോലെ വായിക്കാന്ന് മാത്രമേ നമുക്ക് അവിടെ പറയാനുള്ളൂ.